Hello, everyone. Welcome to Filmcopath. Hope you're doing well and keeping safe. With this new podcast series, we are about to start on a journey of exploring Malayalam cinema with the creators, writers, critics, and the actors of the Malayalam film industry. To start this journey today, we have with us a very special person, celebrated filmmaker, Mr. Sajin Babu. Sajin made his directorial debut with the movie Unto the Dusk or Asthamayam Vare in 2014. He has received several accolades for his latest movie, Biryani, which has bagged numerous awards, including the NetPack Award for the Best Film at Asiatica Rome, Italy. He's also the winner of the special jury mention for direction of Biryani at the 67th National Film Awards. Sajin, thank you so much for joining us today. It's an absolute pleasure. Thank you. Today, we have the good fortune of discussing Biryani with you, and we are so very happy that in spite of your busy schedule, you actually agreed to come and talk to us. It means a lot, and really, it's really an exciting opportunity. So I will just start with the first question. So from what we feel, Sajin, that Biryani is a film from a woman's perspective. So how did this female gaze to contemporary society, gender politics, or religion, which are not really easy themes to work on, come so organically to you? ശരിക്കും ഇതിന്റെ ഒരു സബ്ജക്ട് ഇതൊരു വിമൻ ഓറിയന്റഡ് വിമന്റെ ഒരു പെർസ്പെക്റ്റീവിലാണ് സിനിമ പറയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിലുപരി അത് എത്ര ശതമാനം എത്ര 100% എനിക്കത് പറയാൻ പറ്റത്തില്ല. കാര്യം ഞാനെന്ന് പറയുന്ന ഒരു മെയിലാണ്. എൻ്റെ ഒരു നോട്ടം മെയിൽ ഗേസ് എന്തായാലും സ്വാഭാവികമായിട്ട് അതുകൊണ്ട്, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന തരത്തിൽ ഞാനിത് 100% അതിനോട് സത്യസന്ധത പുലർത്താനും അതിനോട് ശ്രമം ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ പടം ഇത് പെട്ടെന്നുണ്ടായ ഒരു സബ്ജക്റ്റ് അല്ല. എന്റെ ആദ്യത്തെ സിനിമയായിട്ട് തന്നെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കുകയും ആ സമയത്ത് അത് ചെയ്യാൻ പറ്റാതിരിക്കുകയും പിന്നെ ഫസ്റ്റ് സിനിമ കഴിഞ്ഞു, രണ്ടാമത്തെ സിനിമ കഴിഞ്ഞു, മൂന്നാമത്തെ സിനിമ ആയപ്പോഴാണ് ഇങ്ങനെ എനിക്കൊരു സിനിമ ചെയ്യാൻ അവസരം കിട്ടിയത്. അപ്പൊ ഇതൊരു 4-5 കൊല്ലമായിട്ട് എന്റെ മനസ്സിൽ ഇത് കിടന്ന് വളർന്നു വലുതായതാണ് ഇതിന്റെ ഒരു സ്ക്രിപ്റ്റ്. അപ്പൊ ഈ ഖദീജ എന്ന് പറയുന്ന ഒരു മുസ്ലിം കഥാപാത്രത്തിലൂടെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ഈ ഖദീജ എന്ന് പറയുന്നത് ഞാൻ ഐ ബോൺ ഇൻ എ വില്ലേജ് കോൾ കൂപ്പ്. അപ്പൊ ഈ കൂപ്പില് ഞാൻ ജീവിച്ച സാഹചര്യത്തിലും ചുറ്റുപാടിലും ഒക്കെ ഞാൻ ഒരുപാട് ഖദീജമാരെ കണ്ടിട്ടുണ്ട്. പിന്നെ അതിലുപരി ഈ ഒരു വിമൻസ് പെർസ്പെക്റ്റീവ് കിട്ടാനായിട്ട് ഞാൻ എൻ്റെ അമ്മ ഉൾപ്പെടെ, എൻ്റെ പെങ്ങൾ ഉൾപ്പെടെ, എൻ്റെ ചുറ്റും നിൽക്കുന്ന എൻ്റെ പെൺ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവരോടും ഞാൻ കുറെ സംസാരിക്കുകയും അതിൻ്റെ ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് കുറച്ച് റിസർച്ച് ചെയ്യുകയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു സ്ക്രിപ്റ്റ് ഫൈനലൈസ് ചെയ്യുന്നത്, കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം എന്നാലും ഞാൻ പറയുന്നു, ആസ് എ മാൻ എന്നുള്ള നിലയിൽ, ഒരു പുരുഷൻ എന്നുള്ള നിലയിൽ ഞാൻ 100% ആത്മാർത്ഥ പോലെ, പക്ഷെ എന്നാലും ഒരു സ്ത്രീ ചെയ്യുമ്പോൾ അവരുടെ ഇമോഷൻസും ഫീലിങ്സും ഒക്കെ അത് കൂടുതലും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ അങ്ങനെ മാക്സിമം ശ്രമിച്ച് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു റിലീജിയസ് ആംഗിളും ഈ പറഞ്ഞ പോലെ ഇതൊരു സ്ത്രീയുടെ പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ അത് മലയാളി സ്ത്രീ അല്ല, ഇന്ത്യയില് അല്ലെങ്കിൽ ലോകത്ത് പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞതുപോലെ ഈ ഒരു പുരുഷാധിപത്യ സൊസൈറ്റിയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നത്, ഇത് പ്രത്യേകിച്ച് മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ പാഴ്സി എന്നോ സിഖ് എന്നോ അങ്ങനെ ഒരു പ്രത്യേകിച്ച് മതത്തിൻ്റെതായിട്ടുള്ള യാതൊരു വേർതിരിവുകളും ഇല്ലാതെയാണ് എല്ലാവരും നേരിടുന്ന പ്രശ്നങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ റിലീജിയസ് ആംഗിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഇസ്ലാം മതത്തിലാണ് ഏറ്റവും കൂടുതൽ പലതരത്തിലുള്ള പ്രാക്ടീസ് നടക്കുന്നത്. അപ്പൊ പ്രത്യേകിച്ച് കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത്, കേരളത്തില് തന്നെ സൗത്ത് കേരള എന്ന് പറയുന്നത്, ഇപ്പോ യൂഷ്വലി മലയാളത്തിലെ സിനിമ ഒരു മുസ്ലിം സബ്ജക്റ്റ് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ മലബാറിലെ മുസ്ലിങ്ങളെ കുറിച്ചാണ് സിനിമകൾ വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് മലപ്പുറത്തുള്ള മുസ്ലിംസ് ഒരു മലയാള സിനിമയിലെ അല്ലെങ്കിൽ മലയാള കഥയിലെ ഒരു മുസ്ലിം സ്ത്രീ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ഓർമ്മ വരുന്ന മലബാറിലാണ്. പക്ഷെ ഈ സിനിമയുടെ പശ്ചാത്തലം മലബാർ അല്ല, സൗത്ത് കേരള, പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം ഭാഗത്ത് കൾച്ചറാണ് ഞാൻ കൂടുതൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഓരോ സ്ഥലത്തും ഓരോ കൾച്ചറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഇത് പരിചിതമല്ല പലർക്കും. അതേസമയം തിരുവനന്തപുരത്തെയും കൊല്ലം, സൗത്ത് കേരളയില് മുസ്ലിം സ്ത്രീകൾക്കോ അല്ലെങ്കിൽ മുസ്ലിം കൾച്ചറിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇതിലുണ്ട്. അപ്പോ
ഇതാണ് എനിക്ക് ഈ ഒരു ചോദ്യത്തിന് എനിക്ക് മറുപടിയായിട്ട് പറയാൻ തോന്നുന്നത്. Yeah, and I actually wanted to ask this question later, but now that we are touching on that topic, a very interesting observation I had watching Biryani as well as watching Unto the Dusk is how your characters emerge out of newspaper headlines. You talk about, this is in the newspaper, and then we kind of see a backstory of what is only at a surface level in a small story in a newspaper. So is that something also which has been an impact to you, things that you read in the newspaper that has come to your films? ആക്ച്വലി നമ്മുടെ ഇപ്പൊ ഞാൻ എൻ്റെ ഈ സോഷ്യൽ ഞാൻ വളരെ വർഷങ്ങളായിട്ട് പത്രം വായിക്കുന്ന ഒരാളാണ്. കുറെ വേറെ എന്തൊക്കെ ചെയ്താലും ഇത് ഫോളോ ചെയ്യാറുണ്ട്. ഇപ്പൊ എന്റെ രണ്ടാമത്തെ സിനിമയുണ്ട്, സെക്കൻഡ് മൂവി, മാൻ വിത്ത് എ കോഫിൻ, മലയാളത്തിൽ അയാൽ ശശി എന്ന് പറയും. ഇറ്റ്സ് അവൈലബിൾ ഇൻ ZEE5. ആ സിനിമയാണെങ്കിലും എനിക്ക് അതിന്റെ ഒരു ബേസിക് ഐഡിയ കിട്ടുന്ന ഒരു പത്രത്തിൽ നിന്നാണ്. മാതൃഭൂമിയിൽ വന്ന ശവപ്പെട്ടികളും സ്മാർട്ടാവുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കൗതുക വാർത്ത പോലെ ഒരു അഞ്ചുകോളം ഇല്ല, എനിക്ക് തോന്നുന്നു ഒരു 3 കോളം ന്യൂസിൽ നിന്നാണ് ഞാൻ അതിന്റെ പ്ലോട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം ഈ മീഡിയയും ഇപ്പൊ നമ്മുടെ ഈ സിനിമയിൽ തന്നെ പുതിയതായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടുള്ള 3 സിനിമയിലും ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ, നമ്മൾ വായിക്കുന്ന പത്രത്തിൽ നിന്ന് വായിക്കുന്നത്, ടെലിവിഷനിൽ നിന്ന് കിട്ടുന്നത്, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും തന്നെയാണ് ഈ 3 സിനിമയിലൂടെ ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നത്. അപ്പം ആ ഒരു ഇമ്പാക്ട് സത്യത്തിൽ ഒരു ഫിലിം മേക്കിങ്ങിലും അത്തരം ഒരു കാര്യം കൂടുതൽ ആ ഒരു ആംഗിളാണ് വർക്ക് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഇതിലിപ്പോ ഐസിസ് എന്നൊക്കെ പറയുന്ന ഐസിസിനെ കുറിച്ച് നമ്മൾ ഈ എക്സ്പെഷ്യലി ബിരിയാണിയിൽ കാണിക്കുന്നുണ്ട്. അത് ഒരു പത്ര കട്ടിങ്സിലൂടെയാണ്, നമ്മൾ വാർത്തകൾ മാത്രമാണ് വായിക്കുന്നത്. ഇപ്പൊ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ മീഡിയ പറയുന്നത് മാത്രമാണ് നമുക്ക് അറിയാവുന്നത്. മീഡിയയിൽ വരുന്നു, പോലീസ് പറയുന്നു, NIA പറയുന്നു. അതിനപ്പുറം നമുക്ക് എന്താണ് ശരിക്കും, എവിടെയാണ് അത് ഞാൻ ആ ബിരിയാണി എന്ന് പറയുന്ന സിനിമയിലൂടെ തന്നെ ഞാൻ ആ ചോദ്യം ചോദിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്കറിയത്തില്ല, അത് ചിലപ്പോൾ ഉണ്ടാവാം, അത് ചിലപ്പോൾ അതിന്റെ പിന്നിൽ എന്ത് തരം പൊളിറ്റിക്സ് ആണെന്ന് അറിയത്തില്ല. എന്ത് പൊളിറ്റിക്സ് ആണെങ്കിലും മോശമാണ്. അപ്പം പല ആൾക്കാരെയും ഇത്തരം കാര്യങ്ങളിൽ പെട്ടുപോകുന്നുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം നമ്മളത് അതിന്റെ പിന്നാലെ പോകരുത് എന്നുള്ളതാണ്. ബേസിക് ഐഡിയ എന്ന് പറയുന്നത്, ബിരിയാണിയുടെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ഒരു ഐസിസ് പോലെയുള്ള ഒരു ഭീകര സംഘടന, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം ലോകം മുഴുവൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പം നമുക്ക് ആ ഏരിയ അറിയത്തില്ല, നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ഒരു അവിടെ പോകുന്നു, മറ്റേ സിറിയയിൽ പോകുന്നു, സിറിയയിൽ പോയിട്ട് ആൾക്കാരെ കൊല്ലുന്നു, പിടിക്കുന്നു, നമ്മൾ വാർത്തകളിൽ കാണുന്നു, മീഡിയയിൽ കാണുന്നു, നമുക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല. പക്ഷെ അത് തന്നെയാണ്. പക്ഷെ അങ്ങനെ മുദ്ര കുത്തപ്പെടുന്ന ഒരുപാട് ആൾക്കാർ, പ്രത്യേകിച്ച് കാസർഗോഡ് നിന്നൊക്കെ ഒരുപാട് പേര് ഇത്തരം സംഘടനകളിൽ ചേർന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് വാർത്തകൾ വന്നു, NIA പറയുന്നു. അപ്പോ അവർക്ക് അങ്ങനെ ടാർഗറ്റ് ചെയ്യുന്ന ആ വീട്ടുകാർക്ക്, അവരുടെ ഫാമിലിക്ക് എന്ത് പറ്റുന്നു, അവരെ എങ്ങനെയാണ് സൊസൈറ്റി കാണുന്നത്, നമ്മുടെ സമൂഹം എങ്ങനെയാണ് കാണുന്നത്, അവരോട് എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് എല്ലാ മീഡിയ അല്ലെങ്കിൽ വാർത്തകളിലൂടെയൊക്കെ ഈ സിനിമ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. എന്താണോ റിയൽ ആയിട്ട് നമുക്ക് തോന്നുന്നത് അത് ചെയ്യാനൊരു ശ്രമമാണ് ബിരിയാണിയുടെ ട്രീറ്റ്മെന്റും അങ്ങനെ തന്നെയായിരുന്നു. ഭയങ്കര റോ ആയിട്ട് നമ്മുടെ ഒരു റിയൽ ലൈഫിൽ. ഇപ്പൊ എന്റെ DOP എന്നൊക്കെ പറയുന്ന എന്റെ ആദ്യത്തെ സിനിമ ചെയ്തത് സെയിം DOP ആയിരുന്നു. അയാള് പിന്നെ ചെയ്ത തമിഴിലൊക്കെ കമേഴ്ഷ്യൽ സിനിമയൊക്കെ ചെയ്യുന്ന ആളാണ്. അത്യാവശ്യം നല്ല ലൈറ്റിങ്ങും നന്നായിട്ട് ഫ്രെയിമിംഗ് ഒക്കെ അറിയാന്നുള്ള ഒരാളാണ്. പക്ഷെ ഈ സിനിമയുടെ ട്രീറ്റ്മെന്റ് ഇങ്ങനെയാണെന്ന് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. ഭയങ്കര റോ ആയിട്ട്, ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട്, അതൊരു റിയൽ ലൈഫാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഞാൻ കണ്ടതും ഞാൻ എവിടെ നിന്ന് മനസ്സിലാക്കിയതും അല്ലെങ്കിൽ ആ ഒരു സെൻസിബിലിറ്റിയും കൂടെ തന്നെയാണ് ഇതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്തരം വാർത്തകളും അതിന്റെയൊക്കെ ഒരു ഇത് കൂടുന്നത് എന്നുള്ളതാണ്. Okay. And one very interesting thing that I have noticed even before the movie starts, what you show, the comments that is there when the film starts, and there is this very interesting line where you say the makers do not endorse authentic Kerala as well as authentic biryani. So what is authentic Kerala? What is your idea of authentic Kerala, and
what is authentic biryani? ആക്ച്വലി ഞാൻ മീൻ ചെയ്തത് വേറൊന്നുമല്ല. സത്യത്തില് ഇങ്ങനെയല്ലേ ശരിക്കും സംഭവിക്കുന്നത്. നമുക്ക് പലതരം മിക്സ് ആണല്ലോ. ഇപ്പൊ ഒരു സോഴ്സിൽ നിന്ന് ഒരു കാര്യം പറയുന്നു, നമുക്കത് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റത്തില്ല, ചിലപ്പോൾ നമ്മൾ അത് വിശ്വസിക്കും. ഇപ്പൊ ഹിസ്റ്ററി തന്നെ നമ്മൾ തിരുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പം നമ്മൾ പലതും കേൾക്കുന്നുണ്ട്, ഇതൊക്കെ ഉണ്ടാക്കിയതാണ്, ചരിത്രമൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ഒന്നിനും നമ്മളെ സംബന്ധിച്ചിടത്തോളം, പക്ഷെ ഫിലിം മേക്കർ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പലതും പറയാം. ബിരിയാണി എന്നുള്ള ഇത് അറേബ്യൻസ് കൊണ്ടുവന്നതാണ്, അവർ കൊണ്ടുവന്നതാണ്, അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുണ്ടായതാണ്, ചിലർ പറയുന്നത് അതല്ല. അങ്ങനെ പല പെർസ്പെക്റ്റീവ്. ഇപ്പൊ നമ്മുടെ എളുപ്പം പറയുകയാണെങ്കിൽ ഇപ്പൊ കൊറസോവയുടെ റോഷമോൺ സിനിമ നമ്മുടെ ഒരു പല പെർസ്പെക്റ്റീവ് ആണ്. ദാറ്റ് ഈസ് വാട്ട് ഐ മെന്റ് ആക്ച്വലി ഒരു ഇതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു പലതരം കൺഫ്യൂഷൻസിന്റെയും പലതരം കുക്ക്ഡ് സ്റ്റോറീസും പലതരം ചിലപ്പോൾ റിയൽ ആവും, ഇതൊന്നും നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആ പോയിന്റ് ജെന്യൂൻ ആയിട്ട് അവിടെ എഴുതിയത് എന്നുള്ളതാണ്. So, I mean, again, this was something I was wanting to ask, but I think I have got the answer to a good extent now. So, biryani is more of a reflection of what you see around the surroundings and not a deliberate resistance, which quite a few critics or quite a few people is thinking out of the film, that it is actually you showing resistance to this and that and all, but it's actually you telling about what's happening around us. എക്സാക്ട്ലി. എന്താണോ നമ്മുടെ ചുറ്റും നടക്കുന്നത് ഇപ്പം ദ ഫസ്റ്റ് സീൻ ഇറ്റ്സെൽഫ്, ഇപ്പം ഫസ്റ്റ് സീനിന്റെ അതേ ഓപ്പോസിറ്റ് ആണ് ലാസ്റ്റ് സീൻ. ബിരിയാണി നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് സീനിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് 2019 അതിന്റെ ബാക്ക്ഡ്രോപ്പിലുള്ള കലണ്ടർ കാണിക്കുന്നത്. ലാസ്റ്റ് സീനിൽ കാണിച്ചിരിക്കുന്നത് 2018 അതിനു മുന്നേ ആണ്. അപ്പോ ഒരു പക്ഷേ ഈ ഒരു ലവ് മേക്കിംഗ്, ഹസ്ബൻഡുമായിട്ട് ലവ് മേക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഷീസ് ഒരിക്കലും സെക്ഷുവലി സാറ്റിസ്ഫൈഡ് അല്ല. ഈ സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യത്തെക്കുറിച്ച് ആസ് എ മുസ്ലിം എന്നുള്ള നിലയിൽ, ആസ് എ വിമൻ എന്നുള്ള നിലയിൽ അവരുടെ ചുറ്റിലും നടക്കുന്ന പത്രത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പത്രത്തിൽ നിന്നും ടെലിവിഷനിൽ നിന്നും ഈ NIA പോലുള്ള ഈ ഗവൺമെന്റ് ഏജൻസീസിൽ നിന്നും അതുപോലെയുള്ള പല വാർത്തകളും നമ്മൾ ശരിക്കും സത്യമായിരിക്കാം, സത്യമല്ലാത്തതായിരിക്കാം, ഇത്തരം കാര്യങ്ങളെല്ലാം കേട്ടിട്ടാണ് നമ്മളിങ്ങനെ വളരുന്നത്. ഭയങ്കരമായിട്ട് ഇന്ത്യ പോലൊരു സ്ഥലത്ത് ഒരുപാട് പേര് പല ഭയത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. ആ സമയത്ത് അവര് ഒരു പക്ഷെ ഈ കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ചതാവാം. അങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷൻ കൂടെ ആ സിനിമയുടെ ക്ലൈമാക്സ് ലാസ്റ്റ് സീനുമായിട്ട് ഞാൻ അങ്ങനെയും പലതരത്തിൽ കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഒരു ലെയർ ഇതാണ്. അപ്പോ ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ് എന്നുള്ളതാണ്. അതിന് മറുപടി ആവും എന്ന് വിശ്വസിക്കുന്നു. So that's interesting that you brought up the first scene and the last scene, Sajin, because it's really, if I have to put it, it is not very conventional to see those kind of scenes in Indian cinema. So it is something which is very different aesthetically as well. So how difficult was it to get the actors on board or get the producers on board for the kind of vision you had for those two scenes? First of all, the ആക്ട്രസ് ഞാൻ മനസ്സിൽ ആദ്യമായിട്ട് ഞാൻ തിരക്കഥ എഴുതുന്ന സമയത്ത് തന്നെ എന്റെ മനസ്സിൽ ഈ കന്നി കുസൃതി ആയിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. എനിക്ക് കുറെ വർഷങ്ങളായിട്ട് അവര് അടുത്ത പരിചയം ഇല്ലെങ്കിൽ ഞാൻ കണ്ടു പരിചയമുണ്ട്. ഞാൻ ജീവിച്ച തിരുവനന്തപുരത്തിന്റെ ചുറ്റുപാടിൽ അവര് നാടകം കണ്ടിട്ടുണ്ട്, പിന്നെ അവരുടെ ഷോർട്ട് ഫിലിംസ് കണ്ടിട്ടുണ്ട്, സിനിമയിൽ അഭിനയിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോ ബേസിക്കലി ഒരു മുസ്ലിം, കേരളത്തിൽ ഒരു മുസ്ലിം ക്യാരക്ടർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മലബാറിലെ വെളുത്തു തൊടുത്ത് സുന്ദരിയായിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിരിക്കും വരുന്നത്. പക്ഷെ എനിക്കറിയാവുന്നുള്ള ഖദീജമാരൊരിക്കലും അങ്ങനെ ഭയങ്കര വെളുത്ത സുന്ദരികളായിട്ടുള്ള സ്ത്രീകളല്ല. ഭയങ്കര പൊതുവേ നമ്മൾ ഒരു സ്റ്റീരിയോ ടൈപ്പ് ആയിട്ട് മലയാളം സിനിമയിൽ കാണിക്കുന്നത് മുസ്ലിം സ്ത്രീയെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഈ ഒരു ബ്യൂട്ടിഫുൾ അല്ല എന്നല്ല ഞാൻ പറയുന്നത്. അവരുടെ സ്കിൻ ടോണും ഒക്കെ വെച്ചിട്ട് മറ്റേ വെളുത്ത സ്ത്രീകളെയാണ് കൂടുതൽ കാണിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ പിന്നെ പെർഫോമൻസും ഞാൻ അവരുടെ നാടകമൊക്കെ കണ്ടിട്ടുണ്ട്, അവരുടെ ഒരു പൊട്ടൻഷ്യലും എനിക്കറിയാം. അങ്ങനെ ഞാൻ ഫസ്റ്റ് സ്ക്രീൻ പ്ലേ കംപ്ലീറ്റ് ചെയ്ത ഉടനെ ഞാൻ കനിയെ അപ്രോച്ച് ചെയ്തു. അപ്പോൾ അവര് ആ സമയത്ത് അവരുടെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസിലൊക്കെ ആയിരുന്നു. അപ്പം അവരും പറഞ്ഞു ഞാനും കുറച്ച് ഇതിലാണ്, ബിസിയാണ്, അല്ലെങ്കിൽ കുറച്ച് പ്രശ്നത്തിലാണ്,
വേറെ ആരെങ്കിലും നോക്കാൻ പറ്റൂ, ഇല്ലെങ്കിൽ തിരിച്ചു വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പല ആക്ടേഴ്സുമായിട്ടൊക്കെ സംസാരിച്ചു. പക്ഷെ ചില ആൾക്കാർ ഇതിൽ ഇത്തരം ബോൾഡ് സീക്വൻസ് ഒക്കെ കേൾക്കുമ്പോൾ തന്നെ വേണ്ടെന്ന് പറഞ്ഞു പോകും. കുറച്ചുപേര് വന്നവരെയൊക്കെ എനിക്കും ഒരു കോൺഫിഡൻസ് വന്നില്ല. ഇവർക്ക് ഈ പെർഫോമൻസ്, പ്രത്യേകിച്ച് ഈ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഒക്കെ വളരെ കൃത്യമായിട്ട് ഫേസിൽ, ഞാൻ ക്ലോസ് ഷോട്ടാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന പടത്തില്, ടെലി ലെൻസുകളാണ് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ അത് പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് വീണ്ടും ഞാൻ കനിയിലോട്ട് വന്നു. അപ്പോൾ കനിയുടേതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, നമ്മൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് കനിയിലെത്തുന്നത്. കനിയാണ് ബിരിയാണിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം. അവരെല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് വേറൊരു ബിരിയാണിയായി മാറിയേനെ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ്. ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാനും ഒരു വൺ ഓഫ് ദ പ്രൊഡ്യൂസർ ആണ് ഇതിലെ. അത്യാവശ്യം അവിടെ നിന്ന് എന്റെ കുറെ ഫ്രണ്ട്സ് ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു UAN ഫിലിം ഹൗസ് എന്ന് പറയുന്നത് എന്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്. അപ്പം അദ്ദേഹം ഒരു ഫിലിം സ്കൂളിലൊക്കെ പഠിച്ച ആളാണ്. പക്ഷെ പുള്ളി ഇതിന്റെ സ്ക്രിപ്റ്റ് പോലും കേട്ടില്ല. എന്നോടുള്ള ഒരു വിശ്വാസം, എന്റെ കഴിഞ്ഞ സിനിമകൾ കണ്ടിട്ടുണ്ട്, അൻടു ദ ഡസ്കും അയാൾ ശശിയും പുള്ളി കണ്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. അപ്പം ഞാൻ സംസാരിച്ചു, അപ്പം എനിക്ക് ഇത്ര ഒരു ഫണ്ട് തരണം. പുള്ളി സ്ക്രിപ്റ്റ് പോലും ബേസിക് ഒരു ചെറിയ ഐഡിയ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ സ്ക്രിപ്റ്റ് പോലും പുള്ളി കണ്ടിട്ടില്ല. അങ്ങനെ പക്ഷെ എന്നെ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് പുള്ളി ബാക്കി കാശ് മുടക്കുന്നതാണ്. അപ്പോ സിനിമ കഴിഞ്ഞതിന് ശേഷം, ഷൂട്ട് കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് സൗണ്ടും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പുള്ളി ആദ്യമായിട്ട് സിനിമ കാണുന്നത്. അപ്പൊ അങ്ങനെ ആണ് അത് സംഭവിച്ചത്. അതൊരു ട്രഡീഷണൽ വേയിൽ പോയിട്ടുള്ള പ്രൊഡ്യൂസർ ആ ലെവലിലല്ലായിരുന്നു ഇതിന്റെ ഒരു മേക്കിങ്ങും ഇതിന്റെ പ്രൊഡക്ഷൻ. So I think it's good that your friends trusted you, Sajin. So we got to see something like this, which we rarely see in Indian cinema. I would like to ask you a little bit about visual aesthetics of the film. So there are so many scenes in Biryani which feel very hard hitting. So before we have watched Unto the Dusk, and it felt that now you have shifted in the way you present your visuals in Biryani. So Unto the Dusk was more like left to interpretation, while in Biryani it is like quite upfront, like in front of you. So was this a conscious decision on your part, or was it like it happened organically when you shot the film? No, it was a conscious decision. Why? Because ഞാനിപ്പോ എന്റെ ആദ്യത്തെ സിനിമയിൽ ഞാൻ ഒരു വിഷ്വൽ ലാംഗ്വേജ് പുതുതായിട്ട് എല്ലാ സിനിമയിലും കൊണ്ടുവരണമെന്ന് ട്രൈ ചെയ്യാറുണ്ട്, ആഗ്രഹിക്കാറുണ്ട്. ഒരു കണ്ടന്റ് മാത്രമല്ല, ഒരു വിഷ്വൽ, നമ്മുടേതായിട്ടുള്ള ഒരു വിഷ്വൽ ലാംഗ്വേജ്. അപ്പൊ അത്തരം കുറെ ഫിലിം മേക്കേഴ്സിനെ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഇപ്പം കാർലോസ് റേഗദാസ് ഉൾപ്പെടെയുള്ള ഒരുപാട് ഫിലിം മേക്കേഴ്സ്, കുബ്രിക്ക് ഒക്കെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ ഡിഫറെന്റ് സിനിമകളാണ്. അപ്പം ഇപ്പൊ അൻടു ദ ഡസ്കിന്റെ ട്രീറ്റ്മെന്റ് അല്ല ഞാൻ ഈ സെക്കൻഡ് ഫിലിം അയാൾ ശശി ചെയ്യുന്ന സമയത്ത്. അപ്പൊ അത് ഒരു സീൻ ഒരു ഷോട്ട് എന്നുള്ള നിലയിലാണ് ചെയ്തത്. ഭയങ്കര വലിയ സീനൊക്കെ ആണെങ്കിൽ ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് ഒക്കെ വരുന്ന സീനാണെന്നുണ്ടെങ്കിൽ 2 ഷോട്ടായിരിക്കും. അതിലെ പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഒരു 15 മിനിറ്റ്സ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഷോട്ടുകളാണ്. അതുവരെ മൂവ് ചെയ്തുകൊണ്ടായിരിക്കുന്നത് ക്യാമറ മൊത്തത്തിൽ ഒരു അങ്ങനത്തെ ഒരു കൊറിയോഗ്രാഫിയാണ് വർക്ക് ചെയ്തിരുന്നത്. ആ സമയത്ത് ആ സിനിമ അധികം എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് കൂടുതൽ ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഒരു സിംഗിൾ ഷോട്ടാണ്, നമുക്ക് തുടക്കവും അവസാനം മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മാച്ച് കട്ട് ചെയ്ത് അത് എഡിറ്റിൽ വലിയ കാര്യമില്ലായിരുന്നു. ഫസ്റ്റ് പടത്തിൽ അങ്ങനെ ഒരു എഡിറ്റ് പാറ്റേൺ ഉണ്ടാക്കി. ഇപ്പൊ ഈ പടത്തിലും ഇതായിരിക്കും എഡിറ്റ് പാറ്റേൺ എന്ന് ഞാൻ ഓൾറെഡി സ്ക്രിപ്റ്റിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഏകദേശം കുറച്ചുകൂടെ പേസ് കൂട്ടിയിട്ട് കൂടുതൽ ആൾക്കാരിൽ ഇത് എത്തിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഉദ്ദേശം. എന്ന് വെച്ചാൽ ഒരു ടിപ്പിക്കൽ നോർമൽ, ഇപ്പം അൻടു ദ ഡസ്ക് പോലത്തെ കുറച്ച് എല്ലാവർക്കും മനസ്സിലാവാത്ത പടമല്ല അൻടു ദ ഡസ്ക്. എനിക്ക് തോന്നുന്നു സാധാരണക്കാർ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പിടി കിട്ടണമെന്നില്ല. കുറച്ചുകൂടെ ഒരു സിനിമ കണ്ട് പരിചയമുള്ള ഓഡിയൻസിനാണ് ആ സിനിമ കുറച്ചുകൂടെ കണക്ട് ആവുന്നത്. പക്ഷെ ബിരിയാണി ഞാൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെ അല്ല, കുറെ കൂടെ ആൾക്കാരിൽ എത്തണം എന്ന് അതിയായി ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു 2 ക്യാമറ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. ഫുൾ മൂവ് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. പക്ഷെ എഡിറ്റ് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു റോനെസ് നിലനിർത്തിക്കൊണ്ട് തന്നെ അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടാക്കിയതാണ്. ഒരു എഡിറ്റ് പാറ്റേൺ മാത്രമല്ല, അതിനകത്ത് റോ ട്രീറ്റ്മെന്റും ഫോമും അങ്ങനെ ഉണ്ടാക്കിയതാണ്, സിനിമയുടെ ഫോം. അപ്പൊ അതൊരു കോൺഷ്യസ് ഡിസിഷൻ തന്നെയായിരുന്നു. അപ്പൊ അത് കുറച്ചുകൂടെ ആൾക്കാരിൽ എത്തി എന്നുള്ളതാണ് ബിരിയാണിയുടെ റിസൾട്ട്. അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ കാണുകയും ഒരുപാട് ഫെസ്റ്റിവലിൽ പോവുകയും, എനിക്ക് തോന്നുന്നു കേരളത്തിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട് ബിരിയാണി എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് അറിയാം. അതേസമയം അൻടു ദ ഡസ്കോ അയാൾ ശശിയോ വളരെ സീരിയസ് ആയിട്ടുള്ള ഓഡിയൻസിന് മാത്രമാണ് ആ സിനിമ അറിയാവുന്നത്. അപ്പൊ അതൊരു കോൺഷ്യസ് ഡിസിഷൻ തന്നെയായിരുന്നു, ഫോമിലും ലാംഗ്വേജിലും ഒക്കെ.
So it's like, I remember that last shot of Unto the Dusk, where you have this long shot and this man is covering the whole, that whole hillock. He is going from one side of the frame to the other. Yes, it is like, it's left for my interpretation. But what Khadija does and the communication, it's like they get to know, we all get to know what you are trying to communicate. So I get what you are saying, right? But that scene, Sajin, that was so beautiful scene, that last scene of Unto the Dusk, it stays with me. That was such a nice scene. So Biryani is like, it's very unique in the sense that it brings two different issues together. Like we talk about this marginalization in one's own country and how the institutionalized religion works. And it affects the marginals, of course. And it also affects the women of the country. So what you are doing is you have beautifully brought together two different issues, which are actually not so different. We get to understand when we see your movie, that how well connected all of this is in reality. So, but in other movies, what we see that we are seeing either one of them, either we are looking at, there is the marginalization of a particular religion, or we are looking at marginalization of the people of the society. So how did you conceive this idea of bringing these two things together? So didn't you feel that maybe if you try to bring these two things together, one might overlap the other or something like that? Weren't you afraid that might happen? It didn't happen. I'm just asking when you were making it. Yeah, actually that was അത് എൻ്റെ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു എനിക്ക് ഈ രണ്ട് കാര്യങ്ങളും ഈ സിനിമയിലൂടെ പറയണം. ഒരു പാരലി അപ്പോഴും മാത്രമാണ് എനിക്ക് തോന്നുന്നു, നമ്മളും അങ്ങനെയാണല്ലോ, ഒരിക്കലും നമ്മൾ ഒരു കാര്യം മാത്രം നമുക്ക് എത്ര ദിവസം കോൺസെൻട്രേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, ഇല്ല. അതും റിയൽ ലൈഫിൽ നമ്മൾ ഇതുപോലെ പല കാര്യങ്ങളും നമ്മൾ അഫക്ട് ചെയ്യാറുണ്ട്. അപ്പം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് ഈ പറഞ്ഞ ഈ മൂന്ന് ക്യാരക്ടേഴ്സും ഈ മൂന്ന് സിനിമകളിലും വരാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഒരു കാഴ്ച കാണുന്നത്, ഞാൻ എങ്ങനെയാണ് ഒരു ഇഷ്യൂവിനെ സമീപിക്കുന്നത്, അല്ലെ എന്നെ എങ്ങനെയാണ് ഈ പറഞ്ഞ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ഇഷ്യൂസ് അഫക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ എനിക്ക് തോന്നുന്നു ആ ഒരു റിയാലിറ്റി ഈ സ്ക്രീൻ പ്ലേയിലും കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. സത്യസന്ധമായിട്ട് ഇതിന്റെ പല കാര്യങ്ങളും, ഇപ്പം ബിരിയാണിയിലുള്ള ഇപ്പൊ ഇതുപോലൊരു ഫാമിലി ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. പലർക്കും അറിയാം, കേരളത്തിൽ ഒരുപാട് പേർക്ക് അറിയാം, ഇങ്ങനെ ഉണ്ട്. പക്ഷെ നമ്മുടെ മീഡിയയൊക്കെ ഈ വാർത്ത വരുന്ന സമയത്ത് അവരുടെ പിന്നാലെ പോവുകയും അതിനുശേഷം അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് ആർക്കും അറിയത്തുമില്ല, അവരാരും അതിന്റെ പിന്നാലെ പോകത്തുമില്ല, അവർക്ക് എന്തു പറ്റി. പക്ഷെ ആ ഒരു ചിന്തയും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. അതേസമയം തന്നെ ഈ പറഞ്ഞ പോലെ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഒരു പുരുഷ മേധാവിത്വ സൊസൈറ്റിയിൽ എല്ലാം, പ്രത്യേകിച്ച് ഒരു മുസ്ലിം മതത്തിൽ ജനിച്ച ഒരു സ്ത്രീക്ക് നേരിടുന്ന പ്രശ്നങ്ങള്, എനിക്ക് തോന്നുന്നു ഈ സിനിമ ഏറ്റവും കൂടുതൽ കണ്ടിട്ട് എന്നെ വിളിച്ചതും ഭയങ്കര ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാരോ അവരൊക്കെ വിളിച്ചിട്ടുണ്ട്, ഒരു ഭയങ്കര ഫിലിം മേക്കേഴ്സോ ഒന്നുമല്ല. കൂടുതൽ ഇപ്പോഴും എനിക്ക് മെസ്സേജ് വരുന്നതും കൂടുതലും വിളിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള നാട്ടും പുറത്തുള്ള സ്ത്രീകളാണ്. അവർക്ക് ചിലപ്പോൾ മെസ്സേജ് പോലും അയക്കാൻ പറ്റത്തില്ല, എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ അവർ ഒന്ന് സംസാരിക്കുകയും ചെയ്യുന്നു. കുറച്ചുപേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അത്തരം ആൾക്കാരെ തൊടാൻ പറ്റി എന്നുള്ളതാണ് ആ ഒരു ഫീലിങ്സ്. എനിക്കെന്താണോ തോന്നിയത് അത് അങ്ങനെ ഒരുപാട് പേര് സൊസൈറ്റിയിൽ അനുഭവിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതാണ് എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഒരു മറുപടി ആയിട്ടല്ല, അത് ഞാൻ കോൺഷ്യസ് ആയിട്ട് കൊണ്ടുവന്നതാണ്. പക്ഷെ അത് സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടാണ് അത് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു അത് ബ്ലെൻഡ് ആയത്. എല്ലാവർക്കും അത് വർക്കല്ല, ചില ആൾക്കാർ ഞാൻ അതിനെക്കുറിച്ച് വിടുന്നു. ഓക്കെ, I mean, again, I don't know if I am reading it right, but what I also felt is, later in the film when Khadija is actually changing her names, she's becoming Stella, she's becoming other names, it feels like it goes beyond this one community or beyond only being Islam. It becomes the story of everyone who is marginalized. എക്സാക്ട്ലി, അത് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മളൊരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏത് മതം എന്നുള്ളതിനേക്കാളും എങ്ങനെ സൊസൈറ്റി മൊത്തത്തിൽ സ്ത്രീകളെ കാണുന്നു എന്നുള്ളൊരു, അതുകൊണ്ട് തന്നെയാണ് എന്ത് പേരിൽ ഇപ്പൊ സ്റ്റെല്ല ആവും, ഈ പറഞ്ഞ പോലെ പല, ഇപ്പം ഹിന്ദു ആവാം, ക്രിസ്ത്യൻ ആവാം, മുസ്ലിം ആവാം, എല്ലാവരും ഏകദേശം ഒരേ അപ്രോച്ച് തന്നെയാണ്. എന്ന് പറഞ്ഞ ഏറ്റവും കൂടുതൽ സ്ത്രീകള്
ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നത് ഇസ്ലാം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് നമ്മള് അതിന്റെ കൂടുതൽ കാര്യങ്ങളിലോട്ട് ഞാൻ കടക്കുന്നില്ല. കഴിഞ്ഞ 10,500 കൊല്ലമായിട്ട് ഞാൻ അതിലോട്ട് പോകുന്നില്ല, അത്തരം പൊളിറ്റിക്സ് സംസാരിക്കുന്നില്ല. പക്ഷെ മുസ്ലിം സമുദായത്തിലുള്ള സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ പുറത്തു വരാൻ, ഒരു തരത്തിലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ജീവിക്കുന്നത്. അങ്ങനെയുള്ളവർ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് ഈ കാലഘട്ടത്തിൽ 21-ാം നൂറ്റാണ്ടിലും അങ്ങനെ ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകളൊക്കെയാണ് എന്നെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ പറയുന്നത്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ബിരിയാണി പോലൊരു സിനിമ അവരുടെ മുന്നിൽ എത്തത്തില്ലായിരുന്നു സാധാരണക്കാരുടെ ഇടയിൽ. ഇന്ന് OTT പ്ലാറ്റ്ഫോം ഉണ്ട്, ഈ പേഴ്സണലായിട്ട് മൊബൈലുണ്ട്, അവരവർക്ക് അവരുടെ ഇതായിട്ട് കാണാം. ഇപ്പം ഈവൻ ഇപ്പം ടെലഗ്രാം പോലെയുള്ള ഈ പറഞ്ഞ അത്തരം പ്ലാറ്റ്ഫോംസും എനിക്ക് തോന്നുന്നു സാധാരണക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അത് നല്ലതല്ല, മോശമാണ്. എന്നാൽ പോലും ഐ എം നോട്ട് പ്രൊമോട്ടിങ് ടെലഗ്രാം. പക്ഷെ അങ്ങനെ കാണാൻ അവർക്ക് അവസരം കിട്ടി, അവർക്ക് കണ്ടു. അത് പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നു അക്കാര്യം. Another very interesting observation that I had is the animals in biryani. There are animals being butchered, there are animals being inseminated, being fed. At the end, the dogs are being fed, and there are so many frames you have, capturing the animals in that mosque area, the dargah area, the goats, the dogs. So is this a motive that again was consciously put? You wanted to portray something through that? Exactly, because the first scene, do you remember the scene, the circumcision scene? Yes. Next, അത് കഴിഞ്ഞ ഉടനെ കാണിക്കുന്നത് ആടിനെ കൊല്ലുന്നതാണ് ഒരു സെലിബ്രേഷന് വേണ്ടിയിട്ട്. അതെ. അപ്പൊ അത് ഒരു ചില കമ്മ്യൂണിറ്റീസ്, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അതൊരു ശീലമാണ്. ഇപ്പോ റംസാൻ സമയത്താവട്ടെ, ബക്രീദ് സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇത്തരം മൃഗങ്ങളെ കൊല്ലുന്നൊരു ഇതുണ്ട്. പക്ഷെ ഈ സിനിമയുടെ ഒരു ബേസിക് തോട്ട് എന്ന് പറയുന്ന ബോഡിയും മൈൻഡും ആണ്. അപ്പൊ എന്റെ മനസ്സിലുള്ള, ഇപ്പൊ എന്റെ ഓരോ സിനിമയ്ക്കും ഞാൻ ഇപ്പൊ നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് നേച്ചറാണ്. അപ്പൊ അതുപോലെ തന്നെ ഇത് ബോഡി, മൈൻഡ്, ബ്ലഡ്, അപ്പൊ അങ്ങനത്തെ കുറെ ഇമേജസ് ആണ് ഈ ബിരിയാണി എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ, ആസ് എ റൈറ്റർ, ആസ് എ ഫിലിം മേക്കർ, എന്റെ മനസ്സിലുള്ളത്. അപ്പൊ അത് കൃത്യമായിട്ട് എങ്ങനെയാണ് നമ്മുടെ ഈ റിയലിസ്റ്റിക് ആയിട്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ മതങ്ങളും നമ്മുടെ സൊസൈറ്റിയും ഒക്കെ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് വളരെ കൃത്യമായിട്ട് കാണിക്കാൻ, ആ ഇമേജസ് വളരെ കൃത്യമായിട്ട് ഇടവേളകളിൽ സിനിമയിൽ കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അതിനെ സ്നേഹിക്കുക, അതിനെ കൊല്ലുക, ഈ പറഞ്ഞ അത് ആ ഒരു സാധനം, ആ ബ്ലഡും ബോഡിയും ശരീരവും, അല്ലെങ്കിൽ അതായിരുന്നു ഇതിന്റെ ഒരു ബേസിക് തീം എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതിന്റെ ഒരു ടോട്ടൽ ഇതാണ് കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നത്. I will give my experience when I was watching the film. So those scenes when they are coming, the animals being butchered and all, I was reminded of, again, I know he's a friend of Sanal Kumar Sashidharan's Sexy Durga, where we have this patriarchy, we have the worry of a woman throughout the film, but the film starts with these temple festivals where we are seeing so much of body I mean torture going on the body, and I just got reminded about it. And in next few seconds, I saw Sanal in your film. So it felt very surreal that way. Actually, he's my friend. Yeah. But അങ്ങനെ കണക്ട് ചെയ്തിട്ടില്ല. സിനിമയുടെ കണ്ടന്റ് ഞാൻ തന്നെ, പിന്നെ നമ്മുടെ ചുറ്റും ഇതൊക്കെ അല്ലേ നടക്കുന്നത്. This is reality. Everybody knows what is happening around us. Yeah. We spoke about Kani, and she's amazing in the film. I think it's one of the finest performances that we have seen this year. But there's so much of spoken about her. But I also wanted to talk about the actress playing her mother, Shailaja. Where did you get her from? Because she's brilliant. I was amazed to see her and the expressions, because they're so subtle. It's not calling out and telling about the pain
of her. I remember in this police station, she just comes and sits and she's whispering on Kani's ear that, that guy actually took him, the brother. So tell us, how did you get her on board? Actually, the character, my father, he has been, I know, ഓക്കെ പുള്ളി എൻ്റെ ഒരു ഫാദറിന്റെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു എനിക്ക് ആ കഥാപാത്രം എഴുതുന്നതിന്. അപ്പം പുള്ളി കുറെ കാലമായിട്ട് ട്രീറ്റ്മെന്റിലാണ്. അപ്പൊ ഞാൻ പുള്ളിയെ കാണുന്നുണ്ട് കുറെ വർഷങ്ങളായിട്ട്. അപ്പോ അവരുടെ ഒരു പെരുമാറ്റ രീതിയും, അപ്പൊ അതിന്റെ ഒരു ബോഡി ലാംഗ്വേജ് ആണ് ഞാൻ ഇതിൽ കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തിയിരിക്കുന്നത് ഈ ക്യാരക്ടറിൽ. പിന്നെ ഞാൻ കുറെ പേരെ നോക്കിയായിരുന്നു ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട്. അപ്പൊ ഒരു ശൈലജ ചേച്ചി സത്യത്തില് NSD കഴിഞ്ഞ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ കഴിഞ്ഞതാണ്. ഒരു നാടകത്തിൽ ഭയങ്കര ആക്റ്റീവാണ്. പക്ഷെ വളരെ അവര് വരികയും ഭയങ്കരമായിട്ട് സഹകരിക്കും. എനിക്ക് തോന്നുന്നു എല്ലാവരും ആക്ടേഴ്സ്, പുള്ളിക്കാരത്തി മാത്രമല്ല, ഇതിൽ സുർജിത് ഏട്ടൻ, ശ്യാംറജി, അനിൽ നെടുമങ്ങാട്, he did only one scene in this film. He was very he is very famous, but last year 6-8 months back he met with an accident and he's no more. He also did a very good. He was the NIA officer. The same. Got it. Everybody, എല്ലാവരും നന്നായിട്ട് തന്നെയാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ശൈലജ ചേച്ചി ഉൾപ്പെടെ. Because in any other inferior film, that character would be very caricature-ish. That character would be very caricature-ish. The subtle, the pain comes out of the way she's presented. Inferior film would have made, maybe, it would have become very loud, I would think, which is one of the USP of the whole film, or the whole experience. I would say Biryani is kind of an experience, and not just one film, maybe. Okay. Maybe one last question that we have is the national award, the special mention. So what that means for you, Sajin, and what does that mean for your future projects? Actually, I don't think about national award. Actually, this film got more than 23 Yes. award. Yes. Yeah, till now. More than 50 festivals already, 50 to 60 festivals already covered. And also the film, people also accepted this film. Most of the, so many people watched this film also. Yes. Anyway, next film, I'm just, I finished my script. I'm just, I don't know actually. നമ്മള് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. Okay. And I think we are towards the end of this discussion. What I would like to say to you, apart from thank you, is that Sajin, the honesty which you feel about your films actually comes through when we watch your films. And I think Biryani is above all such an honest film that it talks to us on a very special and individual level. We have never been to Kerala. We do not know what kind of communities are there in the southern part of Kerala or the northern part of Kerala, but we could relate and empathize with those characters. And thank you so much for giving us this movie to us cinema lovers. I think we will be thankful to you for this for many, many years. And of course, thank you for coming and talking to us. It is such a pleasurable experience, and we understood so much more about the film than we did on first watching it. Maybe we should watch it again now so that we have some more clarity in what the movie is talking about. It's an absolute pleasure, Sajid. Thank you so much. And what I also feel, Shubhadeep, is we always talk about cinema transcends barriers and all. We actually did something like transcending barrier and communicating just through that one film that you created and we loved. Right. Okay, thank you. I don't have how to express my. I'm also very happy to be here. Thank you so much for giving the opportunity. I don't know. No, you gave the opportunity, Sajid. You gave the opportunity. We do not give you any opportunity. Please don't say that.